അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ഈദുൽ അദ്ഹ കൂടി, ബലിപെരുന്നാൾ ആഘോഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ഇവിടെ കൂടിയ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഈദുക്കും മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള വിശ്വാസികൾ ആകാശഭൂമികളുടെ അന്നു തന്നെ അള്ളാഹു പവിത്രമാക്കിയ, പരിപാവനമാക്കിയ പരിശുദ്ധ മക്കയിൽ ഒരുമിച്ചുകൂടി ഹജ്ജിൻ്റെതായ കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഈ പ്രത്യേകമായ സന്ദർഭം, അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും പ്രതിസന്ധികളിലൂടെയും എല്ലാം കടന്നു പോകുന്ന ലോകത്തെ വിശ്വാസികളെ, മുസ്ലിം സഹോദരങ്ങളെ ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ നമ്മൾ ഓർക്കുകയും അവർക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അള്ളാഹുവിന് സമാധാനവും രക്ഷയും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കണമേ. നമുക്കറിയാം, ഇന്നത്തെ ദിവസം ദുൽഹിജ്ജ 10, ഇന്ന അഅ്ലമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമേറിയ അഅ്ലമായ ദിവസം എന്ന് പറയുന്നത് യൗമുൻ നഹർ, ദുൽഹിജ്ജ 10ന്റെ ബലിയുടെ ദിനം എന്ന് പറയുന്ന ഈ ദിവസമാണ്. നമ്മൾ ഇതുവരെ മുഴക്കിക്കൊണ്ടിരുന്ന തക്ബീറുകൾ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, നമ്മുടെ അയ്യാമുത്ത് തശ്രീഖിന്റെ അവസാന ദിവസം വരെ നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ തക്ബീറിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇത് വലിയ ഒരു പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനത്തിലൂടെ നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു ഉറപ്പ്, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് മുമ്പിൽ എനിക്ക് കുടുംബമോ സുഹൃത്തുക്കളോ നാടോ എന്റെ മാതാപിതാക്കളോ ഒന്നും തടസ്സമല്ല. എല്ലാത്തിനും ഉപരി അള്ളാഹുവിന്റെ വിധികളും നിയമങ്ങളും വിലക്കുകളും ആണ് എനിക്ക് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് തക്ബീറിലൂടെ നമ്മൾ ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന പ്രഖ്യാപനം. ലോകത്ത് കടന്നു വന്ന മഹാരഥന്മാരായ എല്ലാ പ്രവാചകന്മാരും, 1,25,000 പ്രവാചകന്മാർ, ആദം നബി അലൈഹിസ്സലാം മുതൽ അതിന്റെ പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അവരവരുടെ ജനതയോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട, പരമപ്രധാനമായി ഉണർത്തിയ ഒരു ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന പ്രഖ്യാപനം നടത്തിയിട്ടല്ലാതെ, ആ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടല്ലാതെ ഒരു നബിയും ലോകത്ത് കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ആരാധനകൾ മുഴുവൻ, ഇബാദത്തിന്റെ ഏതൊക്കെ അംശങ്ങളുണ്ടോ അതെല്ലാം ഏകനായ സൃഷ്ടാവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുക എന്നതാണ്. പ്രാർത്ഥനയാകട്ടെ, സഹായതേട്ടങ്ങളാകട്ടെ, നമ്മുടെ സങ്കടങ്ങൾ പറയുന്നതാകട്ടെ, നേർച്ച വഴിപാടുകളാകട്ടെ, സത്യം ചെയ്യലുകളാകട്ടെ, ബലികർമ്മമാകട്ടെ, ബരമേൽപ്പിക്കലാകട്ടെ, ഇങ്ങനെ തുടങ്ങി ആരാധനയുടെ ഏതു വശവും അള്ളാഹുവിന് മാത്രമെന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ് നമ്മൾ തക്ബീറിലൂടെ മുഴക്കുന്നത്. ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ, ഏത് ധിക്കാരിയുടെയും പറുദീസകളെയും കൊട്ടാരങ്ങളെയും പിടിച്ചുകുലുക്കിയ, കിടുകിടാ വിറപ്പിച്ച ഒരു പ്രഖ്യാപനമാണ് കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനം. ഫറോവയുടെ കൊട്ടാരത്തിൽ മുഴങ്ങിക്കേട്ട പ്രഖ്യാപനമാണ്. നമ്രൂദിന്റെ അടുക്കൽ മുഴങ്ങിക്കേട്ട പ്രഖ്യാപനമാണ്. ലോകത്ത് അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരു പടപ്പുമില്ല, അല്ലാഹു മാത്രം. ഈ ആദർശത്തിനു വേണ്ടിയായിരുന്നു പ്രവാചകന്മാരെല്ലാം ലോകത്ത് വലിയ ത്യാഗങ്ങൾ സഹിച്ചത്, ത്യാഗങ്ങൾ അനുഭവിച്ച് കടന്നുപോയത്. ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ച ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകന്റെ ഓർമ്മ പെരുന്നാൾ കൂടിയാണ് ബലിപെരുന്നാളിന്റെ സുദിനം എന്ന് പറയുന്നത്. മഹാനായ ഖലീലുല്ലാഹി
ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഓർക്കാതെ ഈ പെരുന്നാളിന്റെ ദിനത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പ്രവാചകൻ തീച്ചൂളയിലൂടെയാണ്, പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെയാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഓരോ ഘട്ടങ്ങളും കടന്നുപോയത്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. തന്റെ റബ്ബ് വിവിധങ്ങളായ കൽപ്പനകൾ കൊണ്ട് അദ്ദേഹത്തെ പരീക്ഷിച്ചപ്പോൾ നേരിട്ട പരീക്ഷണങ്ങളിലൊക്കെ തിളക്കമാർന്ന വിജയം അദ്ദേഹം കൈവരിച്ചു. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ഹൂർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചു വീഴുന്നത്. അവിടെ തീർത്തും വിഗ്രഹാരാധകരായ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന ഒരു ജനപദത്തിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പിറന്നു വീഴുന്നത്. സ്വന്തം വാപ്പ വിഗ്രഹാരാധകനും വിഗ്രഹങ്ങളെ ഹോൾസെയിൽ കച്ചവടം നടത്തിയിരുന്ന ആസറിന്റെ മകനായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇറാഖ് എന്ന രാജ്യത്തെ ഹൂർ എന്ന ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചു വീഴുന്നത്. ആ പിറന്ന വീണ നാട്ടിൽ അദ്ദേഹം ഭരിക്കുന്നത് സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയാണ്. നമ്രൂദ് എന്ന് പറയുന്ന ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഭരണാധികാരിയും. അങ്ങനെയുള്ള ഒരു നാട്ടിൽ പിറന്നു വീണ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹം ഓർമ്മ വെച്ച നാൾ മുതൽ അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ഒരു വലിയ ദൗത്യമുണ്ടായിരുന്നു. എന്താണ്? വിഗ്രഹാരാധകരായ, ശിർക്കിൽ മുങ്ങിക്കുളിച്ച, ബഹുദൈവാരാധനയുമായി മുന്നോട്ട് പോകിയ, അള്ളാഹുവിനെ വിട്ട്, ലോകത്തിന്റെ സൃഷ്ടാവിനെ വിട്ട് പടപ്പുകളിലേക്ക് തന്റെ സങ്കടങ്ങൾ സമർപ്പിച്ച, തന്റെ ആഗ്രഹ സഫലീകരണങ്ങൾ സഹായം അഭ്യർത്ഥിച്ചു വന്നിരുന്ന ആ സമുദായത്തോട് അദ്ദേഹം അള്ളാഹുവിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാനായിരുന്നു അദ്ദേഹത്തിനോടുള്ള ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദൗത്യം അത് എവിടെ തുടങ്ങണം, ആ പ്രബോധനം എന്ന മഹാദൗത്യം എവിടെ നിന്ന് ആരംഭിക്കണം, അതും അള്ളാഹു പറഞ്ഞു കൊടുത്തു. ആദ്യം തുടങ്ങേണ്ടത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. മഹാനായ പ്രവാചകനോടും ഖുർആൻ പറഞ്ഞത് നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് താക്കീത് ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ദഅവ ആരംഭിച്ചത് തന്റെ വീട്ടിൽ നിന്നാണ്, ആസറിൽ നിന്നാണ് തുടങ്ങിയത്. വിഗ്രഹാരാധകരുടെ കൂട്ടത്തിൽ ഒരു മെമ്പറല്ല, അവർക്ക് നേതൃപരമായ പങ്കുവഹിക്കുന്ന ആസറിന്റെ അടുത്ത് പോയി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തുന്ന ദഅവ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിളി എങ്ങനെയായിരുന്നു? വാപ്പയെ അദ്ദേഹം വളരെ പരുഷമായാണോ സംബോധന ചെയ്തത്? വളരെ കാർക്കശ്യത്തോടെയാണോ പറഞ്ഞത്? അല്ല, തീർത്തും സ്നേഹത്തോടെ വാപ്പയെ അദ്ദേഹം വിളിച്ചു. ഖാലലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. യാ അബതി, എന്റെ പൊന്നു വാപ്പ, ലിമ തഅബുദു, നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ, ഒന്നും കേൾക്കാൻ കഴിയാത്തതിനെ, വലാ യുബ്സിറു, ഒന്നും കാണാൻ കഴിയാത്തതിനെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? വലാ യുഗ്നി അൻക ശൈആ, ഒരു ഉപകാരവും ചെയ്യാത്ത, ഉടമപ്പെടുത്താത്തതിനെ നിങ്ങൾ എന്തിന് ആരാധിക്കുന്നു? അപ്പോൾ യഥാർത്ഥ ആരാധ്യന് എല്ലാം കാണാൻ കഴിയണം, എല്ലാം കേൾക്കാൻ കഴിയണം എന്ന വലിയ സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ചത്. എന്തായിരുന്നു അതിന്റെ പ്രതികരണം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വീട്ടിൽ വാപ്പയോട് ഇത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം? വാപ്പ അതിശക്തമായി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. പറഞ്ഞ വാക്കെന്താണ്? ലൈലം തൻതഹി ലഅർജുമന്നക്, നീ നിന്റെ ഈ പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ, ഞങ്ങൾ വിഗ്രഹങ്ങളെ കുറ്റം പറയുന്നത്, അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരെ ചീത്ത പറയുന്നത് നീ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, ചീത്ത പറഞ്ഞിട്ടില്ല, അതിനെ ആരാധിക്കരുത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്. പക്ഷെ ആ പണി നിർത്തിയിട്ടില്ലെങ്കിൽ ലഅർജുമന്നക, നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും. ഫഹ്ജുർനി മലിയ, എന്നെ വിട്ട് നീ ദൂരത്തേക്ക്, അല്പകാലത്തേക്ക് എന്നെ വിട്ട് നീ പോവുക. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, തൗഹീദിനു വേണ്ടി പ്രബോധനം ആരംഭിച്ച വീട്ടിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ കല്ലെറിഞ്ഞു കൊല്ലുമെന്നാണ് സ്വന്തം പിതാവ് പറയുന്നത്. തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണ് പിതാവ് പറയുന്നത്. അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എല്ലാ പണിയും നിർത്തി അവിടെ നിർത്തുകയല്ല, മറിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പരിഭവങ്ങൾ, അതേപോലെ തന്നെ അതിനെ മറ്റ് പ്രതികരണങ്ങളൊന്നും അറിയിക്കാതെ വീട് വിട്ടിറങ്ങുകയാണ്. എന്നിട്ട് എവിടേക്കാണ് അദ്ദേഹം ചൊല്ലുന്നത്? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന തന്റെ ജനതയിലെ നാട്ടുകാരിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. സൂര്യനെയാണ് അവർ ആരാധിക്കുന്നത്. സൂര്യൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. നക്ഷത്രങ്ങളെയാണ് ആരാധിക്കുന്നത്. നക്ഷത്രങ്ങൾ കേവലം റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടികൾ മാത്രമാണ്. അത് അദ്ദേഹം
ആ ജനതയ്ക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത്? വളരെ ഹിക്മത്തോടെ, ബുദ്ധിപരമായിരുന്നു അദ്ദേഹത്തിന്റെ ദഅവത്ത്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈൽ റാ കൗകബൻ, രാത്രി ഇരുൾ മുറ്റിയപ്പോൾ നക്ഷത്രങ്ങൾ അദ്ദേഹം കാണും. ആ നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഇബ്രാഹിം നബി പറയും, അവരെ നോക്കി, ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ് എന്ന് പറയും. എന്നിട്ട് ആ നക്ഷത്രങ്ങൾ മാഞ്ഞു പോയാൽ അദ്ദേഹം പറയും, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, മാഞ്ഞു പോകുന്ന ദൈവങ്ങളോ മറഞ്ഞു പോകുന്ന ദൈവങ്ങളോ അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവരുടെ ബുദ്ധിയോടാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ, വിഗ്രഹങ്ങളോടൊപ്പം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാദികൾ ആരാധിക്കൽ എത്ര വലിയ മൗഢ്യമാണെന്ന് ആ സമൂഹത്തിന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കാൻ അത്തരം കാര്യങ്ങളാണ് ഉപയോഗിച്ചത്. എന്തിനേറെ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ അടുത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന ഒറ്റയാൽ പോരാട്ടമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഉമ്മത്തൻ കാന ഉമ്മത്തൻ കാനിത്തല്ലില്ല, അള്ളാഹുവിന് വേണ്ടി നാറുവഴിയിൽ നിലകൊള്ളുന്ന ഒരു സമുദായമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഒരു വ്യക്തി, ഒരു സമൂഹം ഒന്നാകെ ചെയ്യേണ്ട വലിയ പ്രവർത്തനത്തെ ഒറ്റക്ക് നിർവഹിച്ച ഒരു വലിയ നാട്ടിൽ, വലിയ ജനസഞ്ചയത്തിൽ ഒറ്റക്കായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്താണ് പറഞ്ഞത്? ഇത് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദി യുഹീ വയുമീത്, എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്നതാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. നമ്രൂദിന്റെ മറുപടി എന്താണ്? അന ഉഹീ വ ഉമീത്. രണ്ടാളെ കൊണ്ടുവന്ന് ഒരാളെ കൊന്നുകളയുകയും ഒരാളെ ജീവനോടെ വിടുകയും ചെയ്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്ന് ധാർഷ്ട്യം കാണിച്ചു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അടുത്ത ചോദ്യം ചോദിച്ചു. എന്താണ്? മിനൽ മശ്രിഖ്, എന്റെ റബ്ബ് കിഴക്കു നിന്ന് സൂര്യനെ കൊണ്ടുവരും, ഉദിപ്പിക്കുന്നു. മിനൽ മഗ്രിബ്, ആ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് നീ കൊണ്ടുവരൂ. അതായിരുന്നു വെല്ലുവിളി. വിശുദ്ധ ഖുർആൻ പറയാണ്, ഫബുഹിതല്ലദീ കഫർ, ആ നിഷേധിയുടെ വായി ഉത്തരം മുട്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ വളരെ നല്ല രൂപത്തിൽ സംവദിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അതിനെല്ലാം പകരമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയ ഈ ദഅവത്തിന് പകരം എന്താണ് ആ നാട്ടുകാർ ചെയ്തത്? നമ്രൂദ് ചെയ്തത് വലിയ തീക്കുണ്ടാരം ഒരുക്കുകയാണ് ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ഓർമ്മകളിലൂടെയാണ് ഈ ദിനം നമ്മൾ കടന്നു പോകുന്നത്. എന്തായിരുന്നു ആ തീക്കുണ്ടാരത്തിന്റെ പ്രത്യേകത? ആകാശത്ത് പറവകൾ ചത്തൊടുങ്ങുമാർ ഉയരത്തിലേക്ക് ആ തീക്കനകൾ കത്തി ഉയർന്നു എന്നാണ്. ആളുകൾ, സ്ത്രീകൾ, ആ നാട്ടിലെ ഇറാഖിൽ, ആ നാട്ടിലെ സ്ത്രീകൾ രോഗം മാറാൻ വിറകുകൾ, ഇബ്രാഹിം നബിയെ കത്തിക്കാനുള്ള വിറകുകളിലേക്ക് നേർച്ചയാക്കി. അങ്ങനെ ദിവസങ്ങളോളം, ആഴ്ചകളോളം ആ തീ കത്തി. ആ തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ അതിന്റെ അടുത്ത് കൊണ്ടുപോയല്ല, ദൂരെ നിന്ന് കവണകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊളുത്തി ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നു. ഇബ്നു അബ്ബാസ് പറയാണ്, ഖാലഹാ ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ, ആ തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക് അതായിരുന്നു നമുക്ക് വലിയ മാതൃക. തവക്കുലിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എവിടെയാണ് അഭയം പ്രാപിക്കേണ്ടത് എന്ന വലിയ പാഠമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നൽകിയത്. അദ്ദേഹം പറഞ്ഞെന്താണ്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്കെന്റെ അല്ലാഹു മതി, വ നിഅമൽ വകീൽ, എനിക്കെല്ലാം ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ വാക്കാണ്, എനിക്കെത്ര നല്ലവനാണ് അവൻ. അപ്പൊ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചു. ആ തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയപ്പെട്ടപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിലാണ് എല്ലാം തവക്കുലാക്കിയത്. എന്താണ്? അള്ളാഹുവിൽ തവക്കുലാക്കിയവന് അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. സഹായമുണ്ടായി. എന്താണ്? തീ കത്തുക എന്നതാണ് തീയുടെ സ്വഭാവം. അത് കത്തിക്കരിക്കുക എന്നതാണ് തീയുടെ സ്വഭാവം. പക്ഷെ തീയിനെ അള്ളാഹ് എന്താക്കി? യാ നാറു കൂനി ബർദം വ സലാമൻ അലാ ഇബ്രാഹിം, തീയെ നീ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പും സമാധാനവുമാകൂ. അങ്ങനെ തീ തണുപ്പായി, സമാധാനമായി, ഒരു പോറല് പോലും ഏൽക്കാതെ, ഒരു രോമകൂപത്തിന് പോലും ഒരു പോറലും ഏൽക്കാതെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീക്കുണ്ടാരത്തിൽ നിന്ന് ആളുകളിലേക്ക് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏത് പ്രതികൂലതകളിലും അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ, അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന വലിയ പാഠമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം നൽകുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് മാതൃകകൾ ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പേര് ദിവസത്തിൽ പല പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട്. കമാ ബാറക്ത അലാ ഇബ്രാഹിം, അല്ലെ? നമസ്കാരത്തിൽ നമ്മൾ തശഹുദിൽ പറയുന്നുണ്ട്. ആ പറഞ്ഞത് കൊണ്ട് മാത്രം എനിക്കും നിങ്ങൾക്കും ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയില്ല. വർഷത്തിൽ ബലിപെരുന്നാൾ വരുമ്പോൾ ഖുതുബകളിൽ, ലേഖനങ്ങളിൽ, പ്രസംഗങ്ങളിൽ
കേട്ടതുകൊണ്ടും പറഞ്ഞതുകൊണ്ടും മാത്രം കാര്യമായില്ല. ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, ആ മാർഗത്തെ ജീവിതത്തിന്റെ മാർഗമായി പിൻപറ്റാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ മാതൃകയാണ് എല്ലാവരോടും പിൻപറ്റാൻ പറഞ്ഞത്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാണ്, ഇനി ലോകത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖിനോട് പോലും അള്ളാഹു പറഞ്ഞത് എന്താണ്? ആരുടെ മില്ലത്ത് പിൻപറ്റാനാണ്? അമ്പിയാക്കളിൽ മനുഷ്യരിൽ ഏറ്റവും ഉന്നതനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോട് പോലും ഏത് മില്ലത്ത് പിൻപറ്റാനാണ് പറയുന്നത്? അനിത്തബി മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. റസൂലേ, നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്താണ് പിൻപറ്റേണ്ടത്. വല്ലദീന മഅഹു, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ, കുടുംബത്തിൽ നമുക്ക് മാതൃകയുണ്ട്. എവിടെയാണ് മാതൃക? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മാതൃക. അപ്പോൾ ഇബ്രാഹിമിന്റെ മില്ലത്ത് പഠിക്കാൻ നമ്മൾ പ്രവാചകന്റെ ജീവിതം, സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നുപോയാൽ ആ മില്ലത്താണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇനി ഇബ്രാഹിം നബിയുടെ ആ മാതൃക, നമുക്ക് ആ മാതൃക പഠിക്കണമെങ്കിൽ ഇബ്രാഹിം നബിയുടെ ആ മാർഗത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അബ്ബാഹുൻ മുനീബ്. ഒരായത്തിൽ 3 വിശേഷണമാണ്. എന്തൊക്കെയാണ്? ലഹലീമുൻ, സഹനശീലനാണ്. അബ്ബാഹുൻ, അദ്ദേഹം വിനയാന്വിതനാണ്. മുനീബുൻ, അദ്ദേഹം പശ്ചാത്താപമുള്ളവനാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. അള്ളാഹുവിന് നാറുവഴിയിൽ നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് ഇബ്രാഹിം. മറ്റൊന്ന് പറഞ്ഞെന്താണ്? വലം യകു മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ഒരിക്കലും മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല. വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ബഹുദൈവ ആരാധകനായിരുന്നില്ല. എന്തിനാണ് ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത്? ഖുർആൻ ഓടുമ്പോൾ അതിനിടയിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണ്, ഇബ്രാഹിം നബി ശിർക്ക് ചെയ്യുന്നവരായിരുന്നില്ല. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അവകാശപ്പെട്ട പലരും ഉണ്ടായിരുന്നു. ബഹുദൈവ ആരാധനയുടെ വഴിയിൽ സഞ്ചരിച്ച മക്കയിലെ മുശ്രിക്കുകൾ പോലും അവർ പറഞ്ഞത് ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ മില്ലത്തിൽ എന്നാണ്. എന്നിട്ട് അവർ ലാത്തയെയും ഒസ്സയെയും ഒക്കെ എന്ത് ചെയ്യും? അവര് ആരാധിക്കും, അവർക്ക് ദുആയിരക്കും, അവരോട് സഹായതേട്ടങ്ങൾ നടത്തും, അവർക്ക് നേർച്ച വഴിപാടുകൾ നടക്കും, അല്ലല്ലാത്തവരുടെ പേരിൽ ബലി അർപ്പിക്കും. എന്നിട്ട് അവർ പറയും ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ മില്ലത്തിൽ എന്ന് പറയും. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നമുക്ക് മാതൃകയുള്ളത്. ഇബ്രാഹിം നബി മുശ്രിക്കായിരുന്നില്ല. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിമിനെ അല്ലാഹു ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. അതേപോലെ ശാക്കിറൻ ലിഅൻഉമിഹി, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനാണ്. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. കിട്ടിയ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കുന്ന ഒരു നല്ല അടിമയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, സത്യസന്ധനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. മുഹ്സിനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം അല്ലദീ വഫ, കരാറുകൾ പൂർത്തീകരിച്ചവനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇങ്ങനെ എത്ര വിശേഷണങ്ങളാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിശ്വാസ രംഗത്ത്, ആദർശ രംഗത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് ഇബ്രാഹിം നബിയുടെ ജീവിതം വലിയ മാതൃക നൽകുന്നു നമുക്ക്. കാരണം തൗഹീദിന്റെ കാര്യത്തിൽ വാപ്പയോട് പോലും ഒരു നിലക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, നാട്ടുകാരോടില്ല, ഭരണാധികാരിയോടില്ല, അല്ലാഹുവല്ലാത്ത ഒരു പടപ്പിന്റെ മുമ്പിലും സുജൂദ് ചെയ്യില്ല, തലകുനിക്കില്ല. തൗഹീദിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നതിൽ എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിവാണ്. ആ ആരാധനാ രീതികളിൽ നിന്ന് ഞാൻ ഒഴിവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും എതിർ നിൽക്കുന്നു. ബഹുദൈവ ആരാധനയിൽ കേന്ദ്രീകൃതമായ ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുന്നു. കാരണം ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്, അതിൽ നിന്ന് ഒഴിവാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും ആവശ്യമുള്ളയിടത്ത് താഴ്ന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാവാറില്ല. ദുനിയാവിലെ കാര്യത്തിൽ ക്ഷമിച്ചാൽ, വിട്ടുവീഴ്ച ചെയ്താൽ എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു. എന്നാൽ പലരും തയ്യാറാകുന്നില്ല. എന്നാൽ അതേസമയം ആദർശത്തിൽ വെള്ളം ചേർക്കുന്നു, അതിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നു. ഈ വിട്ടുവീഴ്ച പാടില്ലെന്നതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. അതേപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും അപകടങ്ങളും എല്ലാം വന്നാൽ എവിടെയാണ് അഭയം തേടേണ്ടത്? പലപ്പോഴും നമ്മുടെ നാട്ടിൽ അള്ളാഹുവിനെ വിട്ട് പടപ്പുകളിലേക്ക് ഓടുന്നവർ, ജാറങ്ങളിൽ, ദർഗകളിൽ, ശിർക്കിന്റെ കേന്ദ്രങ്ങളിൽ
മക്കളില്ലാത്തവർ ആശ തേടി അവിടെയാണ് ചെല്ലുന്നത്. രോഗം മാറുന്നില്ല, രോഗം മാറിക്കിട്ടാൻ ഐക്കല്ലും ഏലസും തകിടും ഉറുക്കുകളും കൈത്തണ്ടയിലും അരയിലും കെട്ടുന്നവർ, ശിർക്കിന്റെ കാര്യങ്ങൾ അവലംബിക്കുന്ന ആളുകൾ, അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നൽകുന്ന ഏറ്റവും വലിയ പാഠം തൗഹീദിന്റെ പാഠമാണ്. അതേപോലെ തന്നെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശമാണ്. അതിൽ ഒരു നിലക്കുള്ള അഡ്ജസ്റ്റ്മെന്റുകളും പാടില്ല എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നൽകുന്ന സന്ദേശം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അനുഭവിച്ച പരീക്ഷണങ്ങൾ നമ്മൾ നോക്കിയേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിതത്തിൽ സായം സന്ധ്യയിലും സന്താന സൗഭാഗ്യത്തിന് പ്രതീക്ഷ നഷ്ടപ്പെടാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബിയിൽ നമുക്ക് മാതൃകയില്ലേ? എന്താ അദ്ദേഹം പ്രാർത്ഥിച്ചത്? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നീ പ്രദാനം ചെയ്യണേ. എന്നാൽ നമ്മുടെ നാട്ടിൽ സന്താന സൗഭാഗ്യത്തിനായി ദർഗകളിൽ മഖാമുകളിൽ കയറിയിറങ്ങി പ്രതീക്ഷ നഷ്ടപ്പെടുന്നവർ, അവർക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയിൽ വലിയ മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അവിടെ ഏറെക്കാലത്ത് അദ്ദേഹത്തിന് പ്രാർത്ഥനയ്ക്കു ശേഷം ഇസ്മായിൽ അലൈഹി ഇസ്ലാം എന്ന മകനെ അള്ളാഹു നൽകി. അങ്ങനെ മകനെ നൽകി. പിന്നത്തെ പരീക്ഷണം എന്താണ്? ആ മകനെ സമ്മാനിച്ച ഹാജറിനെയും ആരോരുമില്ലാത്ത മരുഭൂമിയിൽ മണൽക്കാട്ടിൽ കൊണ്ടാക്കി തിരിച്ചു പോരണമെന്നാണ്. അവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിജയിച്ചു. അവിടെയാണ് വല്ലദീന മഅഹു, സഹോദരിമാരെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ ഭാര്യയിൽ നമുക്ക് മാതൃക കാണുന്നത്. കുടുംബത്തിലെ മാതൃക എവിടെയാണ്? അവിടെയാണ് ആ മൊട്ടക്കുന്നിൽ പച്ചപ്പിന്റെ കണിക പോലും ഇല്ലാത്ത ആ മരുഭൂപ്രദേശത്ത്, ഇന്നത്തെ ഹറമിന്റെ കാബാലയത്തിന്റെ ചാരത്ത് മകൻ പിഞ്ചോമന പൈതലിനെയും അതേപോലെ ഹാജറിനെയും കൊണ്ടാക്കി തിരിച്ചു നടക്കുകയാണ് ഖലീലുള്ള. അവിടെയാണ് ഹാജർ ചോദിക്കുന്നത്, അല്ലാഹു അമറക ബിഹാദാ. ആദ്യം ചോദിച്ചു, അയിന തദ്ഹബു യാ ഇബ്രാഹിം, ഇബ്രാഹിം എവിടെയാണ് നിങ്ങൾ പോകുന്നത്? എവിടേക്കാണ് ഞങ്ങളെ ഈ ആരോരുമില്ലാത്ത മണൽ തിട്ടയിൽ മണൽക്കാട്ടിൽ ഒഴിവാക്കി നിങ്ങൾ കടന്നു പോകുന്നത്? ഒന്നും മിണ്ടിയില്ല, തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. പക്ഷെ ഹാജർ ഒരു ചോദ്യം ചോദിച്ചു, എന്താ? അല്ലാഹു അമറക ബിഹാദാ, ഇത് അള്ളാന്റെ ഓർഡർ ആണോ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി കൊടുത്തു, നഅം, അതെ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പോഴാണ് ഹാജറിന്റെ മറുപടി, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ലാ യുദയ്യുഹ, അള്ളാഹു ഞങ്ങളെ ഒരിക്കലും കൈവെടിയുകയില്ല, അള്ളാഹു ഞങ്ങളെ ഒരിക്കലും ഒഴിവാക്കുകയില്ല. അള്ളാന്റെ കൽപ്പനയാണെന്നറിഞ്ഞപ്പോൾ അതിന് പൂർണ്ണമായും വഴിപ്പെട്ട ഹാജറിൽ നമുക്ക് മാതൃകയില്ലേ? അതേപോലെ സ്വന്തം മകൻ ഓടിച്ചാടി ഓടിച്ചാടി പോകാനുള്ള പ്രായമെത്തി. ഏതൊരു പിതാവിന്റെയും മാതാവിന്റെയും ആഗ്രഹം എത്രയായിരിക്കും? ഒരു മകൻ വളർന്നു വരുന്നു, അവന്റെ ഭാവി ജീവിതം, അവന്റെ ജോലി കാര്യങ്ങൾ, കുടുംബജീവിതം എല്ലാം ഒരു മാതാപിതാക്കളുടെ പാരന്റ്സിന്റെ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ്. പക്ഷെ ആ സമയത്താണ് മകന്റെ കഴുത്തിൽ കത്തിവെക്കണമെന്ന മറ്റൊരു പരീക്ഷണം ഉണ്ടാകുന്നത്. അവിടെയാണ് അള്ളാഹു സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് വഹീ കൊടുക്കുന്നത്. എന്താണ്? ഇന്നി അദ്ബഹുക ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, ഇതാ ഞാൻ ഉറക്കിൽ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടിരിക്കുന്നു, നിന്നെ അറുക്കണമെന്നാണ് എനിക്ക് വഹീ നൽകപ്പെട്ടിരിക്കുന്നത്. അത് മകനുമായി ചർച്ച ചെയ്യുന്നു. ഇവിടെയാണ് നമ്മളെ കുടുംബ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തട്ടിച്ചു നോക്കിയേ. നമ്മളെ കുടുംബത്തിൽ ദീനിയായ ഇത്തരം ചർച്ചകൾ നടക്കാറുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തനിക്ക് കിട്ടിയ കൽപ്പന മകനോട് ചർച്ച ചെയ്യുകയാണ്. മകനോട് പറഞ്ഞു, മകനെ, ഇങ്ങനെ ഒരു കൽപ്പന എനിക്ക് കിട്ടിയിട്ടുണ്ട്, മകന്റെ അഭിപ്രായം എന്താണ്? നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാണ്. ആ മകന്റെ അഭിപ്രായം എന്താണ്? അതാണ് ദീനിയായി തർബിയത്തിലൂടെ ഒരു വാപ്പയെ കണ്ട് വളർന്ന മകന്റെ മറുപടി എന്താണ്? ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. വാപ്പാ, നിങ്ങൾക്ക് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രവർത്തിക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ക്ഷമാശീലരിൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഒരു അനുസരണക്കേടും ഈ മകൻ കാണിക്കുകയില്ല. അങ്ങനെ മിനയുടെ മലയിടുക്കുകളിൽ കയറും കത്തിയുമായി മകനെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടന്നുകയാണ്. ചെരിച്ച് കിടത്തി ആ കഴുത്തിലേക്ക് കത്തികൾ ചേർത്ത് വെച്ചപ്പോഴാണ് അള്ളാഹ് വിളിച്ചത്, യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ, നിങ്ങൾ ഇതാ സ്വപ്നം സത്യസന്ധമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അവിടെയാണ് സമർപ്പണം. അതാണ് സമർപ്പണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുക എന്നതാണ്. അതാണ് ഇബ്രാഹിം നബി പറഞ്ഞത്. കേവലം ഡയലോഗ് അല്ല, കേവലം ഒരു വാക്കല്ല. നീ കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ലോകരക്ഷിതാവിന് ഞാനിതാ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്നത് ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ച മഹാനായ ഖലീലുള്ളയുടെ വഴിയെ നടക്കാൻ
പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തക്ബീറുകൾ മുഴക്കുമ്പോൾ അവനാണ് എനിക്ക് വലിയവൻ എന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരായി എന്റെ കുടുംബം, സമ്പത്ത്, മക്കൾ, സന്താനങ്ങൾ ഒന്നും തടസ്സമാവില്ല. അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അതിന് നന്ദി കാണിച്ച് ഞാൻ മുന്നോട്ടു പോകുമെന്ന വലിയ ഒരു ദൃഢനിശ്ചയം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ലഹരിയുടെ ലോകത്താണ് പുതിയ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ വാർത്തകൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു. MDMA, രാസലഹരികൾ വിദ്യാർത്ഥികളിൽ നിന്ന്, യുവാക്കളിൽ നിന്ന്, ചെറുപ്പക്കാരുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതനിരാസ ചിന്തകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം പരിഹാരം എന്ന് പറയുന്നത് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ പേടി നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിൽ ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഈദിന്റെ സുദിനത്തിലും നമുക്ക് ചെയ്യാനുള്ളത് കുടുംബ സന്ദർശനങ്ങളാണ്. അതേപോലെ തന്നെ ഈദ് എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനുള്ള സമയമാണ്, അടച്ചു പൂട്ടിയിരിക്കാനുള്ളതല്ല. ആഘോഷിക്കാനും തിന്നാനും കുടിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മനസ്സറിയുന്ന റബ്ബ് വർഷത്തിൽ 2 ദിനങ്ങൾ അവനെ സംവിധാനിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇത് ആഘോഷിക്കേണ്ട സുദിനമാണ്. ഈ പെരുന്നാളിന്റെ ദിനത്തിൽ നമുക്ക് ആഘോഷിക്കാം, യാത്രകൾ ചെയ്യാം. എന്നാൽ ഇസ്ലാമിന്റെ തനിമ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ആഘോഷങ്ങൾ, അതേപോലെ തന്നെ ഹറാമായ അത്തരം വിനോദങ്ങളിലേക്ക് പോകാതെ ഇസ്ലാം വെച്ച അതിർവരമ്പിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ആഘോഷങ്ങൾ നമുക്കാകാം. ദീനിന്റെ നിർദ്ദേശങ്ങൾ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ കുടുംബ ബന്ധങ്ങളിൽ ഉള്ളവരെ നമ്മൾ വിസിറ്റ് ചെയ്യുക. പ്രത്യേകമായി നമ്മുടെ നാട്ടിൽ കുടുംബങ്ങളിൽ രോഗികളായ പലരുമുണ്ട്. ഡയാലിസിസ് ചെയ്യുന്നവർ, അതേപോലെ തന്നെ ക്യാൻസർ രോഗികൾ, അതേപോലെയുള്ള മറ്റു രോഗികൾ. അവർ വീടുകൾക്കുള്ളിലാണ്. അവർക്ക് ഈദ് മുസല്ലകളിലേക്ക് വരാൻ കഴിയുന്നില്ല, അവർക്ക് പെരുന്നാൾ നമസ്കാരത്തിന് വരാൻ കഴിയുന്നില്ല. അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തേണ്ടതുണ്ട്. അതേപോലെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ദുആ ഇരക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന നമ്മൾ ആവർത്തിച്ചു കേട്ടു. പക്ഷെ ഇന്നും അവർ അത്തരം പരീക്ഷണങ്ങളിലൂടെയാണ് പെരുന്നാളിന്റെ സുദിനങ്ങളിലും അവർ കടന്നു പോകുന്നത്. അള്ളാഹുവിനെ അവർക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ. അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ ദുആകളിൽ അവരുണ്ടാകണം. അതേപോലെയുള്ള കാര്യങ്ങളിൽ സദഖ, അതേ ദുൽഹിജ്ജ 10 യൗമുൻ നഹർ ബലിപെരുന്നാളിന്റെ ഈദുൽ അദ്ഹയിൽ പ്രവാചകൻ സ്ത്രീകളോടും കുട്ടികളോടും വലിയവരോടും എല്ലാം പ്രത്യേകമായി സദഖക്ക് വേണ്ടിയുള്ള ദാനധർമ്മത്തിനു വേണ്ടിയുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. അത് സുന്നത്താണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ വ്യത്യസ്ത വഴി സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അത് സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ നിലക്ക് ആ സുന്നത്തുകളെല്ലാം എടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ഈ അൽ ഹിക്മ സ്ഥാപനങ്ങൾ, അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അൽ ഫിത്ര എന്ന് പറയുന്ന സ്ഥാപനം, നമുക്കറിയാം ഇസ്ലാമിക് പ്രീ സ്കൂൾ, അതിന്റെ അഡ്മിഷനും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ കുട്ടികളിലൂടെ ഇസ്ലാമികമായ നല്ല ഫീഡ്ബാക്കുകൾ, അവരുടെ ജീവിതത്തിൽ പ്രായോഗികമായി അത്തരം ദുആകൾ, അതേപോലെ തന്നെ ഇസ്ലാമികമായ മര്യാദകൾ അവരിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി സഹകരിക്കണം, ആളുകളിലേക്ക് എത്തിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ അതിന്റെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ആണുങ്ങൾക്കും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നടന്നു വരികയാണ്. അതേപോലെ മദ്രസയുടെ പുതിയ ആധുനികമായ രൂപത്തിൽ സ്മാർട്ട് ക്ലാസ് റൂം എന്ന രൂപത്തിൽ ബഹ്ജത്തുൽ അത്ഫാൽ എന്ന രൂപത്തിൽ മദ്രസ, അത് 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബഹിജ സംവിധാനം ഈ വർഷം മുതൽ നമ്മുടെ അൽ ഹിക്മയിൽ ആരംഭിച്ചിരിക്കുകയാണ്. അതേപോലെ ഇന്നത്തെ സ്വതക്ക എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങൾക്കും വേണ്ടിയാണ് ഈ സ്വതക്കയുള്ളത്. നമ്മൾ സഹകരിക്കുക. അതിൽ ഈ ഒരു സുന്നത്ത് കൂടി എടുക്കാൻ വേണ്ടി നമ്മുടെ മക്കളുടെ കൈകളിൽ നമ്മളിലൂടെ, അതിന്റെ ഗൂഗിൾ പേ ആണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതേപോലെ വനിതകൾക്കുള്ള വനിതാ വിജ്ഞാന വേദി മെയ് 30-ാം തീയതി ഈ വരുന്ന ശനിയാഴ്ച സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് മുനീർ നജാത്തി പ്രഭാഷണം നടത്തുകയാണ്. അതിൽ നമ്മുടെ എല്ലാ സഹോദരിമാരെയും ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകുന്നേരം അസർ നമസ്കാരത്തിന് ശേഷമാണ് ശനിയാഴ്ച നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അതേപോലെ തന്നെ ബലി കർമ്മത്തിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരിക്കാൻ പറ്റുന്നവരെല്ലാം ബലി കർമ്മത്തിൽ ഇന്നു രാത്രിയാണ് നമ്മുടെ ഈ അൽ ഹിക്മയുമായി ബന്ധപ്പെട്ട ബലി ഉദ്ഹിയ്യത്ത് നടക്കുന്നത്. അതിൽ ചെറുപ്പക്കാരും യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം അതിനോട് സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി 11 മണിക്കാണ് അതിന്റെ കാര്യങ്ങൾ ഉള്ളത്. അതിൽ ആളുകളുടെ മാൻ പവറുകൾ
നമുക്ക് ആവശ്യമുണ്ട്. അതിൽ സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു ഇനി ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾ അല്ലാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു ഇനി നിർഭയത്വവും സമാധാനവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. രോഗികളായ ധാരാളം ആളുകൾ നമ്മുടെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ പോലും കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, നീ രോഗികൾക്കെല്ലാം ശിഫ നൽകി ആഫിയത്തോടെ തിരിച്ചു വരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. നമ്മൾ ഈദ് മുബാറക് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന ആശംസാ വാചകത്തോടുകൂടെ എല്ലാവരുമായി സൗഹൃദങ്ങൾ പുതുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടുത്തില്ലാത്തവരെ ഫോണിലും വീഡിയോ കോളിലും ഒക്കെ സംവദിച്ചുകൊണ്ട് പരമാവധി സൗഹൃദങ്ങളും ഐക്യവും നമുക്കിടയിൽ ഉണ്ടാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.